ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം, തിരുവചനം ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവാത്സല്യം അനുഭവിക്കുന്ന നല്ല മക്കളായി എന്നും ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളായി തീരുകയും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് സദാസമയം നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട പരിശുദ്ധ അമ്മ നിരന്തരമായി നമുക്ക് മാധ്യസ്ഥം നൽകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം ലോകം മുഴുവനും അറിയുവാൻ, അനുഭവിക്കുവാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം എല്ലായിടത്തും ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും, ഇതിൽ പങ്കെടുക്കുന്നവർ എവിടെയാണെങ്കിലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കപ്പെടുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം എല്ലാവരിലുമുള്ള ക്രിസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിശുദ്ധി എന്ന് നമുക്കറിയാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹത്തോടെ ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചനം, തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 22-ാമത്തെ വാക്യം നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഈശോ പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു, പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്നു, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്നു. ലക്ഷ്യം ജെറുസലേമാണ്. ജെറുസലേമിൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള ഒരു ജീവിതയാത്രയായിരുന്നു ഈശോയുടേത്. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന, ഈശോയെ അനുഗമിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും യാത്ര ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ജെറുസലേമിൻ്റെ പ്രത്യേകത നമുക്ക് ധാരാളമായിട്ടറിയാം. അത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക, ദൈവോന്മുഖരായി ജീവിക്കുക, ഇതാണ് യേശുവിൻ്റെ യാത്രയുടെ ലക്ഷ്യമെങ്കിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതയാത്രയ്ക്ക് ഈ ഒരു ലക്ഷ്യമേ അടിസ്ഥാനപരമായിട്ടുണ്ടാകാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈശോ പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്നും ഈശോ താമസിക്കുന്നില്ല, അഥവാ അതിനോടൊന്നും ഈശോ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല. ദൈവത്തോട് മാത്രം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം നയിക്കുന്ന വഴിയിലൂടെ ഈശോ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റൊന്നിനോടും ഒട്ടിപ്പിടിക്കാതെ ഈശോയോട് ഒട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ ആ വ്യക്തിയുടെ യാത്രയും ജെറുസലേമിനെ, ദൈവത്തെ, ദൈവാനുഭവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട യാത്രയായിരിക്കും. ജെറുസലേം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് രൂപപ്പെട്ട ഒരു സ്ഥലമാണ്. അല്പനേരത്തേക്ക് ദൈവം മുഖം മറച്ചാലും, ദൈവം കൈവിട്ടു എന്ന പ്രതീതി ഉണ്ടായാലും, ദൈവം അനന്തമായ കാരുണ്യം കാണിക്കുന്ന ഇടമായിട്ട് ജെറുസലേമിനെ കണ്ടിരുന്നു.
ദൈവത്തിൻ്റെ സ്ഥിര താമസമുള്ള ഇടമായി ജെറുസലേത്തെ കണ്ടിരുന്നു. ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമായി ഈ സ്ഥലത്തെ കണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് വെറുതെയല്ല ജെറുസലേമിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശോ പോകുന്നത്. എങ്കിൽ ഞാനും നിങ്ങളും കർത്താവ് യേശുവിനെ പോലെ ജെറുസലേമിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിൽ, ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിൽ, ജെറുസലേമിനെ ഉയർത്തിയതുപോലെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന്, ഒരുപക്ഷെ ശൂന്യതയിൽ നിന്ന്, നിസ്സാരതയിൽ നിന്ന് വലിയൊരു സ്ഥലമായി, വലിയൊരു കേന്ദ്രമായി ദൈവം അതിനെ മാറ്റിയെങ്കിൽ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നിസ്സാരമായ അനുഭവമാണെങ്കിലും അതിനെ വലിയ ശ്രേഷ്ഠമായ അനുഭവമാക്കി മാറ്റുവാൻ, നമ്മൾ എത്ര നിസ്സാരരാണെങ്കിലും, നമ്മൾ എത്ര കുറഞ്ഞവരാണെങ്കിലും, നമ്മൾ എത്രമാത്രം ഇല്ലാത്തവരാണെങ്കിലും, നമ്മൾ എത്രമാത്രം ഞെരുക്കപ്പെടുന്നവരാണെങ്കിലും ദൈവം ഇടപെട്ടാൽ ജെറുസലേമിനെ പോലെ നമ്മളെ ഉയർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പം അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാകും. ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നുപോയ ദേശമാണത്. ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച ദേശമാണത്. ദാരിദ്ര്യം അനുഭവിച്ച ദേശമാണത്. എന്നിട്ടും ദൈവം ഇടപെട്ടപ്പോഴോ, ദൈവം കൈപിടിച്ചുയർത്തിയപ്പോഴോ, മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും മറ്റ് എല്ലാ ഇടങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു സ്ഥലമായി അത് മാറിയെങ്കിൽ അത് ദൈവികമായ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകാറുണ്ട്, വേദനകൾ ഉണ്ടാകാറുണ്ട്, രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ നിരാശപ്പെട്ട് പുറകോട്ട് പോവുകയല്ല വേണ്ടത്. ഈശോ സഞ്ചരിച്ചതുപോലെ ഈ ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നു, ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു, രോഗം വിട്ടുമാറുന്നില്ല, സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഇനി ജീവിതത്തിന് എന്തർത്ഥമുണ്ട്? ഇങ്ങനെ ചിന്തിച്ച് വഴിതെറ്റി പോകുന്ന അനേകം ആളുകളുണ്ട്. ജെറുസലേമിൽ നിന്ന് അകന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ഈശോയെ പോലെ ജീവിതത്തിന് എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ദൈവോന്മുഖമായി ജീവിക്കുവാൻ, ദൈവത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്കും സാധിക്കുമ്പോൾ അതാണ് ഒരു ദൈവഭക്തൻ്റെ ജീവിതം, അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം, അതാണ് യഥാർത്ഥ ദൈവമനുഷ്യൻ എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് വയനാട്ടിൽ ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഭവന സന്ദർശനമുണ്ട്, കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഇടവകയിൽ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് ഞങ്ങൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു വാർഡിലൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ കമ്മിറ്റിക്കാരനോട് പറഞ്ഞു, അച്ഛാ പോകുന്ന വഴിക്ക് ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു ഭവനമുണ്ട്, അവിടെ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അവർക്ക് തടസ്സമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ആ പ്രത്യേകത അദ്ദേഹം പറഞ്ഞു, 7 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്, വളരെ സാമ്പത്തികമായിട്ട് പോലും ഞെരുങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് കട്ടിലെ കിടക്കുക, അനങ്ങാൻ തിരിയാനൊന്നും പറ്റുകയില്ല. 2 കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെ കിടപ്പായതുകൊണ്ട് ഭാര്യയ്ക്ക് മറ്റു ജോലികൾക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല, എപ്പോഴും ആൾ അടുത്ത് വേണം. ഒരു പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു കുറവും ദൈവം വരുത്തുന്നില്ല. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഹൈന്ദവ സഹോദരനാണ് എങ്കിൽ തന്നെയും അദ്ദേഹം വചനത്തിന് വലിയ അഭിഷേകമുള്ള മനുഷ്യനാണ്. എന്നോട് സംസാരിക്കുന്ന മുഴുവനും വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. കുറച്ചു നേരം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പോരാനേരത്ത് ഞാൻ ചോദിച്ചു, 7 വർഷമായിട്ടും കടപ്പാണല്ലോ, എങ്ങനെയാണ്? സന്തോഷമാണോ വിഷമമാണോ? അദ്ദേഹം പറഞ്ഞു, ആദ്യം ഈ അപകടമുണ്ടായപ്പോൾ, ഇങ്ങനെ ഇതെത്ര ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് നിരാശപ്പെട്ടു. എങ്കിലും ഞാൻ അവിടെയുള്ള ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ കൺവെൻഷന് മധ്യ വെച്ച് എൻ്റെ രോഗം മാറിയില്ലെങ്കിലും എനിക്ക് വലിയൊരു ബോധ്യം കിട്ടി. എൻ്റെ ഈ ഒരു രോഗം, എൻ്റെ ഈ ഒരു വേദനിക്കുന്ന അനുഭവം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാണ്, ദൈവം അറിയാതെ സംഭവിച്ചതല്ല. അത് എൻ്റെ വിശുദ്ധീകരണത്തിനും അനേകരുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി ദൈവം തന്ന ഒരു രോഗമാണ്. ദൈവം ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൺവെൻഷനിൽ പങ്കെടുത്തു, ധ്യാനത്തിൽ പങ്കെടുത്തു, സൗഖ്യം കിട്ടിയാൽ ദൈവം ഇടപെട്ടു എന്നുള്ള ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ അബദ്ധമായ ധാരണയോ നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിൽ ഈ ദൈവം യേശുവിൻ്റെ കുരിശ് മാറ്റേണ്ടതായിരുന്നു. എങ്കിൽ ദൈവം യേശുവിൻ്റെ കാസ എടുത്തു മാറ്റേണ്ടതായിരുന്നു. അപ്പം അതുകൊണ്ട് ദൈവോന്മുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം ഈ ബമ്പർ സമ്മാനം അടിച്ച അനുഭവം എന്ന് കരുതരുത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതരുത്.
ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവില്ല എന്ന് കരുതരുത്. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴും ഈശോയെ പോലെ ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗോന്മുഖമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവോന്മുഖമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർക്ക്, ഈശോയോട് ഐക്യപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തെല്ലാം സംഭവം ഉണ്ടായാലും ആ യാത്ര ജെറുസലേമിലേക്കുള്ള യാത്രയായിരിക്കും, ദൈവാനുഭവത്തിൻ്റെ യാത്രയായിരിക്കും. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ലേഖകൻ പുതിയ ജെറുസലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹഗണത്തിലേക്കും നിങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ ഈശോ കണ്ട ഈ ജെറുസലേം അത് കേവലമായ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട, ഇസ്രായേലിൽ സ്ഥാപിക്കപ്പെട്ട ജെറുസലേം ദേവാലയമോ ജെറുസലേം നഗരമോ അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഈശോയുടെ യാത്ര അത് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അവസാനം ഈ വെളിപാട് കിട്ടുന്നത് ഈ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്, അതാണ് ദൈവോന്മുഖത എന്ന് പറയുന്നത്. ആ ജെറുസലേം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ യാത്ര മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ ആ ജെറുസലേം ദേവാലയം ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണെങ്കിൽ, എവിടെയെല്ലാം മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നുവോ അവിടെയെല്ലാം ജെറുസലേമിൻ്റെ സാന്നിധ്യമാണ്. ഏതെല്ലാം തലങ്ങളിൽ ദൈവത്തെ മനുഷ്യൻ കണ്ടുമുട്ടുന്നുവോ അവിടെയെല്ലാം ജെറുസലേമാണ്. ഏതെല്ലാം കൂദാശകളൂടെ ആയിരിക്കുമോ, ഏതെല്ലാം പ്രാർത്ഥനാ രീതിയിലായിരിക്കുമോ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, അവിടെ അവനെ സംബന്ധിച്ച് ജെറുസലേമാണ് എന്ന് മറന്നു പോകരുത്. വീണ്ടും നമ്മൾ ബൈബിളിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ നമ്മൾ വീണ്ടും ഈ സ്വർഗീയ ജെറുസലേമിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നുണ്ട്. 21-ാം അധ്യായം 10-11 തിരുവചനം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനും ഒപ്പമാണ്. ഇതാണ് ഒരുപക്ഷെ അവസാനത്തെ അനുഭവമെന്ന് പറയുന്നത്. ഇതാണ് അന്വേഷണത്തിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത്. സ്വർഗീയ ജെറുസലേമിൻ്റെ അനുഭവത്തിൽ മനുഷ്യൻ ആയിരിക്കുക. അപ്പോൾ ഈശോ ജെറുസലേമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഓർക്കുക, അത് കേവലമായ ഭൂമിയിലെ ജെറുസലേമിനെ മാത്രമല്ല, അതിലുപരിയായിട്ട് ഈശോയുടെ ജീവിതം സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് കുറേ കാലത്തേക്ക് ദൈവം അവരെ തിരസ്കരിച്ചത്. അതങ്ങനെ അനുഭവം ഉണ്ടായത്. പക്ഷെ വലിയ കാരുണ്യത്തോടെ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഇപ്പോൾ കൂടെ ഇസ്രായേൽക്കാർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത കാണിച്ചെങ്കിലും അതോടൊപ്പം തന്നെ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമം എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളും ധ്യാനം കൂടിയോ ഒന്ന് കുമ്പസാരിച്ചോ മറ്റേതിൽ ആത്മീയ ശുശ്രൂഷയിലൂടെ ഒരു ദൈവ അനുഭവത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് വീണ്ടും അകന്നു പോകുന്നുണ്ട്. അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ദൈവം നമ്മളെ എന്നേക്കുമായി കൈവിടുന്നില്ല. തിരികെ കൊണ്ടുവരാൻ ദൈവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 29 തിരുവചനം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരോട് പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അപ്പോൾ ദൈവം ഒരു തളർന്ന മനുഷ്യനെ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യനെ, ക്ഷീണിതനായ മനുഷ്യനെ വീണ്ടും ശക്തി കൊടുത്ത് കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാനുള്ള പ്രാപ്തി കൊടുത്ത് ദൈവം മാറ്റുന്നുണ്ട്. ദൈവാന്വേഷിയായ മനുഷ്യനെ ദൈവം എപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കും.
അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ ഈ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടവരാണ്. പിശാചിനെയും അവൻ്റെ പ്രലോഭനങ്ങളെയും മനുഷ്യസഹജമായ പ്രലോഭനങ്ങളെയും ഒക്കെ ഈശോ പരാജയപ്പെടുത്തിയത് ആ സ്വർഗീയ യാത്രയെ അത് ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു നമുക്കറിയാം. എന്ന് മാത്രമല്ല, അവൻ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും കടന്നുപോയി. ഞാൻ സൂചിപ്പിച്ചു, അവൻ ഒരു സ്ഥലത്തും സ്ഥിരതാമസം എടുത്തിട്ടില്ല. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് ചേക്കാറാൻ ചില്ലകളുണ്ട്, കൂടുകളുണ്ട്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്ന രീതിയിൽ പോലും അവൻ യാത്ര തുടർന്നത് ഈ ഒരു ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ ലോകത്ത് തന്നെ ആയിരിക്കുമ്പോൾ ഇതിനോടൊന്നും ചേർന്ന് നിൽക്കാതെ, ഇതിൻ്റെ ഒന്നും ഭാഗമായി തീരാതെ, ഇതിനെ ഒന്നും സ്വന്തമാക്കാതെ, ഇതൊന്നും അവിടുത്തെ സ്വന്തമാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ഈശോയെ പ്രേരിപ്പിച്ചത് ദൈവാന്വേഷണം തന്നെയാണ്, ദൈവോന്മുഖത തന്നെയാണ്. ഇപ്പോൾ യാത്രയോടെ സന്തോഷം കെടുത്തുന്ന പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭാരക്കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. എവിടെയെല്ലാം വഴിതെറ്റി പോകുന്നു, എന്തെല്ലാം നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അതെല്ലാം പ്രിയപ്പെട്ടവരെ ജെറുസലേമിലേക്കുള്ള നമ്മുടെ യാത്രയുടെ, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയുടെ മനോഹാരിതയെ, സന്തോഷത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈശോ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. ഈശോ ഒന്നിൻ്റെയും അടിമയായിരുന്നില്ല. മറിച്ച് ഓരോന്നും എല്ലാം ഈശോയ്ക്ക് വിധേയപ്പെട്ടിരുന്നു, ഈശോയെല്ലാം നിയന്ത്രിച്ചിരുന്നു. ഇപ്പം നമ്മളും ദൈവത്തിൻ്റെ ഈ ഭവനത്തിലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് ആത്മശോധന ചെയ്യാം. ഈ യാത്രയുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ പിടികൂടിയിട്ടുണ്ടോ? ഏതെങ്കിലും സാഹചര്യങ്ങളിൽപ്പെട്ട് നമ്മൾ വഴിതെറ്റിയോ വഴിമാറിയോ നടക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ നമുക്ക് സാധിക്കുമോ? ലാഭമായി കണ്ടതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു, ഉച്ഛിഷ്ടമായി പരിഗണിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപ്രസക്തമായത്, ആവശ്യമില്ലാത്തത് കൈവിടുവാൻ വേണ്ടി, ഉപേക്ഷിക്കുവാൻ വേണ്ടി, പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നിലുള്ളവയെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നിലുള്ള ലക്ഷ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ഓടുകയാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈ യാത്രയിൽ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ഈ ജെറുസലേം യാത്രയിൽ നമ്മളെ പാപത്തിലേക്കോ ലോകത്തിൻ്റെ പ്രവണതയിലേക്കോ തിരിക്കുന്ന കാര്യം എന്താണ്? ചില വ്യക്തികളായിരിക്കാം, ചില സാധ്യതകളായിരിക്കാം, ചില സാധനങ്ങളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ചില അധികാരമായിരിക്കാം, എന്തുമാകട്ടെ, അത് ഉപേക്ഷിക്കാതെ ഒരു വ്യക്തിക്ക് ജെറുസലേം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പന്നിക്കുഴിയിൽ കിടക്കുന്ന ധൂർത്തപുത്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിൽ എത്തി എന്നാണ് വചനം പറയുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ പന്നിക്കൂടിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എഴുന്നേക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യാത്ര പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? ഒരുപക്ഷെ യാത്രാമധ്യേ അടുത്ത പന്നിക്കൂട് കാണുമ്പോൾ അതിൽ വീണ്ടും അതിൻ്റെ സുഖവും അതിൻ്റെ ജഡികതയും അതിൻ്റെ പാപാവസ്ഥയിലൊക്കെ വീണ്ടും പൂണ്ടുകിടക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറുന്നുണ്ടോ? പിതാവിൻ്റെ ഭവനത്തിലേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്ക് ഉള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ, പട്ടണത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആകർഷണത്തിൽപ്പെട്ട് ജെറുസലേം യാത്ര മാറ്റിവെച്ചും നീട്ടിവെച്ചും ജീവിക്കുന്ന ആളുകളുമുണ്ട്. മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും അത് എൻ്റെ ജീവിതമല്ലല്ലോ, എനിക്കിനി സമയമുണ്ട്, എൻ്റെ ആയുസ്സിനി ഒത്തിരിയുണ്ട് എന്ന ധാരണയിൽ ഈ ലോകത്തിൽ അഭിരമിച്ച് ജീവിക്കുന്ന അവസ്ഥയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം ജെറുസലേമിനെ മറന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ അപകടകരമായ യാത്രയുടെ സൂചനകളാണ്. റിട്ടയേർഡ് അധ്യാപകരായ ദമ്പതിമാർ അവരുടെ മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു മകളെ നന്നായി പഠിപ്പിച്ചു, മിടുക്കിയായിരുന്നു, ഒത്തിരി കഴിവുണ്ടായിരുന്നു, പഠനം പൂർത്തിയാക്കി, ഉന്നതമായൊരു ജോലി കിട്ടി, നല്ല ശമ്പളവും കിട്ടി. ഇപ്പോൾ വീട്ടിലേക്ക് ഫോൺ വിളിയില്ല, വീട്ടുകാർ വിളിച്ച് എടുക്കുകയല്ല. ഈ ലോകം വെച്ച് നീട്ടിയ എല്ലാ സുഖത്തിൻ്റെയും എല്ലാ പാപത്തിൻ്റെയും അടിമയായി ജീവിക്കുന്ന അവസ്ഥ. ഇപ്പോൾ മാതാപിതാക്കന്മാർ കരയുന്നു, മാതാപിതാക്കന്മാർ വേദനിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും ജെറുസലേം യാത്ര മറന്നുപോയി,
ജെറുസലേം എന്ന ലക്ഷ്യം മറന്നുപോയി ഈ ലോകത്തിൽ പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരു തിരിച്ചറിവുണ്ടാകണം, മറ്റൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല എന്ന്. നമ്മളും ഈശോയെ പോലെ യാത്ര ചെയ്യുന്നവരാണ്. മനസ്സും ശരീരവും ആത്മാവും ഒരേ ലക്ഷ്യത്തിലേക്ക് വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടവർ. എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽപ്പെട്ട് അതിൽ വീണ് കിടക്കേണ്ടവരല്ല. അതിനോട് അറ്റാച്ച് ചെയ്ത് ജീവിക്കേണ്ടവരല്ല. അതിൻ്റെ അടിമത്തം അനുഭവിക്കേണ്ടവരല്ല. മറിച്ച് ഈശോയെപ്പോലെ എല്ലാം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി പരിത്യജിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഏതെല്ലാം അനുഭവമാണോ അതിൽ സങ്കടത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ അനുഭവമുണ്ടാകാം. എന്നാൽ ഈ അനുഭവങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ തീരുക. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയക്കാർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഉന്നതമായ സമ്മാനമാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാവരും. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ അരൂപിയിൽ നിന്നുകൊണ്ട് ഉന്നതത്തിലെ സമ്മാനത്തെ ലക്ഷ്യമാക്കി, സ്വർഗീയമായ സമ്മാനത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ട വിളിയാണ് നമ്മുടേത്. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ദൈവവിളി എന്ന് പറയുന്നത്. പൗലോസ് തന്നെ പറയുന്നു, കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ വിശുദ്ധമായ ജീവിതം നയിച്ച് ആ വ്യക്തിയുടെ ജീവിതാന്തസ്സ് വ്യത്യസ്തങ്ങളായിരിക്കാം. കുടുംബജീവിതമായിരിക്കാം, ഏകസ്ഥ ജീവിതമായിരിക്കാം, സന്യാസമായിരിക്കാം, വൈദിക ജീവിതമായിരിക്കാം. ഏത് ജീവിതാന്തസ്സാണെങ്കിലും അവരായിരിക്കുന്ന അവസ്ഥയിൽ ജീവിത വിശുദ്ധി പ്രാപിക്കുക, ഇതാണ് ദൈവവിളി. ഈ ഒരു ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം, സ്വർഗീയമായ ലക്ഷ്യം, അതാണ് ഈശോ ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതും ഈശോയോടൊപ്പം ജീവിക്കാനും ഈശോയുടെ വിശുദ്ധിയിൽ പങ്കാളികളാകുവാനും ഈശോയെപ്പോലെ സ്വർഗോന്മുഖരായി ജീവിക്കുവാനുമാണ്. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന, ദൈവത്തിന് ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ യാത്രയ്ക്കുള്ള ശക്തിയാണ് ഈശോ തരുന്നത്. ഈ യാത്രയ്ക്കുള്ള അനുഗ്രഹമാണ് ഈശോ തരുന്നത്. ഈ യാത്രയിൽ തളർന്നു പോകാതിരിക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ, ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ഭക്ഷണപാനീയമായി പ്രാർത്ഥനയും വചനവും കൂദാശകളും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും തരുന്നത് നമ്മുടെ ഈ ജെറുസലേം യാത്രയിൽ നമുക്ക് ക്ഷീണമുണ്ടാകാതിരിക്കുവാൻ, നമ്മുടെ ജെറുസലേം യാത്രയിൽ ലോകം തരുന്നത് സ്വന്തമാക്കാതിരിക്കുവാൻ, നമ്മുടെ ഈ ജെറുസലേം യാത്രയിൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽപ്പെട്ട് വീണു പോകാതിരിക്കുവാൻ. ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. ഓരോ കുർബാനയിലൂടെയും ഈശോ ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മളിലേക്ക് തരികയാണ്. ഈ ലോകത്തിന് ഭാഗമാകാതിരിക്കുവാൻ, ഈ ലോകത്തിൻ്റെ അടിമകളാകാതിരിക്കുവാൻ, ഈ ലോകത്തിന് വിധേയപ്പെട്ട് ജീവിക്കാതിരിക്കുവാൻ അന്ന് പ്രാർത്ഥിച്ച ഈശോ ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വർഗീയ യാത്ര, ജെറുസലേം യാത്ര, ദൈവോന്മുഖമായ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും സംരക്ഷണവും ശക്തിയും ഈശോ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.